വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്നത്തെ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ വളരെയധികം സാഹസികത നിറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. വേറെ ആരുടെ അല്ല, നമ്മുടെ വാവയുടെയാണ്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ അലൈൻമെന്റ് ഒക്കെ പ്രശ്നമായിട്ട് കിടക്കുകയായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മള് വണ്ടി ഏതാ അതിന്റെ കൊടേ കഫേ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ കയറ്റി. അത് കയറ്റിയിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് അലൈൻമെന്റ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ശരി ആരാ പറഞ്ഞു? വാവന്നല്ലേ പറഞ്ഞത്? കൊടാ ടയേഴ്സ് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ കയറ്റി. അപ്പൊ ഞാനിങ്ങനെ കുറച്ചു നേരം അവിടെ മാറി നിന്നിട്ട് തിരിഞ്ഞു നിന്ന് നോക്കുന്ന സമയത്ത് അവിടെ ഈ മഹത് വ്യക്തി കാണിക്കുന്ന കുറച്ച് കാര്യങ്ങള് ഞാൻ ഈ വീഡിയോയില് ആളറിയാതെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ഈ വീഡിയോയില് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങളത് കാണുക. ആളിതുവരെ കണ്ടിട്ടില്ല എന്തൊക്കെയാന്നുള്ളത്. പറയുവാവേ, എന്തായിരുന്നു നമ്മുടെ വണ്ടിയുടെ പ്രശ്നം? വണ്ടിക്ക് അങ്ങനെ പറയത്തക്ക പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ അലൈൻമെന്റിന് കുഴപ്പം, ഒരു ടയർ പോയി, പിന്നെ ഫ്രണ്ട് ആരോ കൊണ്ടൊന്ന് ഇടിച്ച് തകർത്തിട്ടിട്ട് അതിന്റെ ഫ്ലാപ്പ് വന്ന് ടയറും ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കായിരുന്നു വണ്ടി. ഞാന് ഒരു ദിവസം നമ്മുടെ പുതിയ ഫ്ലാറ്റിൽ നിന്ന് വണ്ടി ഇറക്കിയിട്ട് എന്തോ ഇതിന്റെ പുറത്ത് വന്ന് ദേഷ്യത്തിന്റെ പുറത്ത് വന്നിട്ട് എന്തോ ടെൻഷന്റെ പുറത്ത് വണ്ടി എടുത്തതാണ്. പക്ഷെ ചെന്ന് ഇടിച്ചത് അവിടെ ഉണ്ടായിരുന്ന ഒരു ചാർജറൊക്കെ ചെയ്യുന്ന ഒരു ഇതിന്റെ പുറത്തായിരുന്നു, പോസ്റ്റിലായിരുന്നു. ഞാൻ ആരടിച്ചെന്നുള്ള കേസ് ഇന്ന് തെളിയും. അപ്പൊ അത് കുറച്ച് കഴിഞ്ഞ് ഞാൻ കൊണ്ടുവന്ന് ഇടിച്ചു കഴിഞ്ഞ് നോക്കിയപ്പോ അതൊന്ന് ചെറുതായിട്ട് വളഞ്ഞു. പക്ഷെ ഞാൻ അറിയാത്ത രീതിയിൽ അവിടുന്ന് ആ സാധനം എടുത്തിട്ട് ഇങ്ങോട്ട് പോന്നു. പക്ഷെ ഇതുവരെയും അത് ആരാ ഇടിച്ചതെന്നൊന്നും അറിയില്ല. പക്ഷെ ഈ വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോ ഞാനാണെന്ന് അറിയാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്റെ വണ്ടിക്കാ പ്രശ്നം പറ്റിയത്. നോക്കിയാലോ, നമുക്ക് അവിടുന്ന് ഒരു ചായ കുടിക്കാം. ഓക്കെ, ആണോ? എപ്പം മുതല്? ആ ഒരിടയ്ക്ക് മൊത്തം സൽക്കാരയുടെ ചായ ഭയങ്കര ചായയാണെന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ പറയുന്നത് സൽക്കാരയില് ചായ കൊള്ളൂലെന്ന്. ഒരിടയ്ക്ക് സൽക്കാര ചായ 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 എന്ന് പറഞ്ഞ അതിനു വേണ്ടി പോയിക്കൊണ്ടിരുന്നത്. അവിടെ ഉണ്ടോന്ന് അറിയില്ലല്ലോ. ഓക്കെ, സോറി. അപ്പം ഞങ്ങൾ സൽക്കാരയുടെ അവിടെ എത്തി. അവിടെ പണിക്കാരുണ്ടോ? രാത്രി പോയിണ്ടായിരുന്നു. രാത്രി വർക്ക് ഉണ്ടായിരുന്നു. പണിക്കാരുണ്ടോ? കാണാനില്ല, പണിക്കാരൊന്നുമില്ല അവിടെ. അപ്പം അങ്ങനെയാണ് നമ്മൾ അലൈൻമെന്റ് ഒക്കെ ശരിയാക്കി എല്ലാം ഇതാക്കി കഴിഞ്ഞ് ഇപ്പൊ വണ്ടി നല്ല സ്മൂത്ത് ആയിട്ട് ഓടാൻ തുടങ്ങി. അടിപൊളിയാണ്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. വാവയ്ക്ക് ഉറക്കം വരുന്നുണ്ട്. വാവം കണ്ടോ? അങ്ങനെ നമ്മള് അവിടെ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് സൂഫി മന്തി കഴിച്ചു. നയനനെയും കൂട്ടിയിട്ട് പോയിട്ട് നമ്മള് സൂഫി മന്തി കഴിച്ചു. വണ്ടി കിടപ്പുണ്ടോ? ഇല്ല. ഏത് വണ്ടിക്കാ വന്നത്? പിക്കപ്പിനാണോ? പിക്കപ്പ് ഒരു വെള്ള പിക്കപ്പ് അവിടെ കിടക്കുന്നുണ്ട്. മഞ്ഞ നോക്കിയില്ല, വെള്ള കളർ കണ്ടു. അങ്ങനെ ഞങ്ങള് നയനമ്മേനെയും കൂട്ടിയിട്ട് പോയി. അവിടുന്ന് നമ്മള് സൂഫിയൊക്കെ കഴിച്ചു, സൂഫി മന്തി കഴിച്ചു. പിന്നെ ഒരു പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചു. അതിന്റെ പകുതിയെ കുടിച്ചിട്ടുള്ളൂ. അതേ കുറച്ചുണ്ട് കണ്ടോ. ബാക്കി പിന്നെന്താ, അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ കുട്ടി? കുട്ടാപ്പൂനെ കുറിച്ച് 2 വാക്ക് പറയൂ. കുട്ടാപ്പനെ കുറിച്ചൊന്നും പറയാറായിട്ടില്ല. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റില്ല. ഒബ്സർവേഷനിലാണ് ഗായ്സ്. 24 hours കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല കുട്ടാപ്പൂനെ കുറിച്ചിട്ട് എന്നൊക്കെയാണ് പറയണത്. ഏതാണ്ട് മറ്റേ ഈ ICUല് കയറ്റിരിക്കുകയെന്ന് പറയുന്ന മാതിരിയാണ്. ഇപ്പം അതിലാണ് ഇത്രയും നേരം വണ്ടി ഓടിച്ച് വന്നത്. എന്നിട്ടാണ് ഈ പറയുന്നത്. എന്ത് ചെയ്യാനാണ്? എന്റെ കുട്ടാപ്പൂനെ എല്ലാവരും കേറിയിട്ടിട്ട് എടുത്തിട്ട് പെരുമാറുകയാണ്. കണ്ണാപ്പി ഒന്നും അല്ല, പിന്നെ കുട്ടാപ്പൂണ്, കണ്ണാപ്പി ഒന്നും അല്ല. ചേച്ചിമാരെല്ലാം കൂടെ തടഞ്ഞു തല്ലി വീഴും. അത് എന്താണ്? അതിപ്പോ എന്താ കാണിച്ചു ഇവിടെ കിടന്നിട്ട്? കണ്ടോ ഗൈസ്, നോക്കി അവര് കിടന്നിട്ടേ കണ്ടില്ലേ? നോക്കി. അങ്ങനെ നമ്മള് ഇനിയിപ്പോ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പോണ വഴിക്ക് ഒരു ചായ വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ട് കുറച്ചു നേരമായി. പക്ഷെ ഇതുവരെ ആയിട്ട് വൈബ് കിട്ടിയിട്ടുള്ള സ്ഥലം കിട്ടിയിട്ടില്ല. വൈബ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇനി വീട്ടിലെത്തുന്ന വരെയും ചായ കിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഇല്ല, നമുക്ക് നമ്മുടെ ഇവിടുന്ന് പാതാളല്ലോ.
എന്നൊക്കെ പറഞ്ഞു. പാതാളട്ടോ അവിടെ ഇത് ഇത് ദേശമാണിത്, ദേശം ഭാഗത്താണുള്ളത്. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് ചായക്കട കണ്ട് നിർത്തി. എന്തോ ഭാഗ്യം രക്ഷപ്പെട്ടു, ഒരു ചായ കിട്ടും. അത് തന്നെ വലിയ കാര്യം. വൈബില്ല കണ്ടോ, ചായക്കടയുടെ ഫ്രണ്ടില് കൊണ്ടുവന്ന് നിർത്തിയിട്ട് വൈബില്ല എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്തിട്ട് പോണു ദുഷ്ടൻ. നോക്ക്, ഇവിടെ അല്ല അന്ന് ചായ കുടിച്ചത്. അപ്പൊ അന്ന് എയിം ഉണ്ടായിരുന്നോ? ചായ കൊള്ളൂല. ഞാൻ പെട്ടെന്ന് ആലോചിച്ച ചായ ഒന്നിനും കൊള്ളാത്തൊരു ചായ. എന്നാലും ഇല്ല, ഇവിടെ ആ ശരണഭവനിൽ ഒതുക്കി കഴിഞ്ഞാൽ എനിക്ക് വാഷ്റൂം പോവായിരുന്നു. അയ്യോ ലെഫ്റ്റില് പിക്കപ്പ്. സാരല്ല. അപ്പൊ അങ്ങനെയാണ് ചായ കുടിക്കാൻ വേണ്ടിട്ട് നിർത്താന്ന് പറഞ്ഞ ചായക്കടയുടെ അടുത്ത് എത്തിയിട്ട് ദേ കണ്ടില്ലേ, മറ്റേ ഈ ഉറങ്ങുന്നവനെ എണീപ്പിച്ചിട്ട് ഊണില്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതുപോലെയാണ് വാവയുടെ ഇടയ്ക്കുള്ള ഒരു ഇത്. നമ്മളെ ചായക്കടയൊക്കെ നല്ല ചായക്കടയുടെ ഫ്രണ്ട് കൊണ്ടുവന്ന് നല്ല വൈബായി എത്തിച്ചിട്ട് അവിടെ നിന്നിട്ട് പറയും അയ്യേ എനിക്കിത് വൈബില്ലാന്ന്. നമ്മള് നാളെ മുതൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോകുമ്പോ ഒരു ഫ്ലാസ്ക് എടുത്ത് കൈ പിടിച്ച് വീട്ടിൽ നിന്ന് ചായ തിളപ്പിച്ചിട്ട് ചായ ഇട്ട് കൊണ്ടുവരാ, എന്നിട്ട് ചായ കുടിക്കുക. വണ്ടിയില് ട്രാവൽ ചെയ്ത് ചായ കുടിക്കാൻ പോവാ. മറ്റേ നമ്മുടെ അയാൾ കഥ എഴുതുകയാണല്ലോ ലാലേട്ടൻ പറഞ്ഞ മാതിരി വഴി ചോദിച്ചു പോവാന്ന് പറഞ്ഞ മാതിരി ചായ കുടിച്ച് പോവാന്ന് പറയുന്ന മാതിരിയാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ചായ വാങ്ങിച്ചു തരുമല്ലയോ? പിന്നെ കളമശ്ശേരി, അതും കഴിഞ്ഞാ കാക്കനാട് വീട്ടിൽ പോയി കുടിക്കാവുന്നല്ലേ ഉള്ളൂ. ഇത്ര അടുത്തെത്തില്ലേ? ഭയങ്കര സാധനം തന്നെ. റാദുവിന്റെ ചായ അടിപൊളിയാണ്. നമുക്ക് റാദുവിന്റെ ചായ കുടിക്കാം. കളമശ്ശേരി കുടിക്കാം. കളമശ്ശേരി മറ്റേ ബോംബെ കഫേ ഒന്നും എത്തണ്ടായിരുന്നു മുമ്പ്. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് ചായയൊക്കെ തരാന്ന് പറയുന്നുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. നമ്മളന്ന് ഇവിടെ പോയില്ലേ, ഏതാ നമ്മളെ ക്യാമറ ചേട്ടൻ അൻവർക്കായിട്ട് ചായ കുടിച്ചത് എവിടെയാ? കളമശ്ശേരി ഫ്ലാറ്റിന്റെ ഓക്കെ മനസ്സിലായി. പക്ഷെ അത് കളമശ്ശേരി കഴിഞ്ഞ് കട്ട് ചെയ്ത് പോണം. അതിന് മുമ്പ് അതുപോലത്തെ ഒരു സ്ഥലം ഇവിടെ വേണം. ഷാപ്പ് കറിയില് പോയിട്ട് ഇങ്ങനെ കള്ളു കുടിക്കാനല്ല, ഇത് ഫാമിലി റെസ്റ്റോറന്റ്. അവിടെ കേറിയിട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടിട്ട് ഫാമിലി റെസ്റ്റോറന്റിൽ കേറ്. എന്തോ ചായ കുടിക്കാം ഫാമിലി റെസ്റ്റോറന്റിൽ കയറി കുഴപ്പം? അത് വൈബുണ്ടോ? റെസ്റ്റോറന്റ് ഒക്കെ അടിക്കോ? താങ്കൾക്ക് അത് വൈബുണ്ടോ? ഇല്ല, കഴിഞ്ഞില്ല. ഇനിയിപ്പോ വൈബുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഒരുപാട് പിന്നിട്ടിരിക്കുന്നു. ഞങ്ങൾ ഒരുപാട് വഴികൾ ഞങ്ങൾ പിന്നിട്ട വഴിയിലൂടെ തന്റെ ഷോറൂം ഇവിടെ വന്നു. ഇലക്ട്രിക് കാർ എടുക്കാം. അതെ, എൻജിയുടെ മാറ്റി പറയരുത്. ഇനി തെളിവായി. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, എനിക്കറിയില്ല. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, ഞാൻ തലയാട്ടി. വാവ എന്തൊക്കെയോ പറഞ്ഞു, ഞാൻ എന്ന് പറഞ്ഞ തലയാട്ടി. അത്രേ ഉള്ളൂ കേട്ടോ. എനിക്കറിയില്ല ഇത് എന്താന്നുള്ളത്. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ വാവേ. ഇലക്ട്രിക് വണ്ടി ഇഷ്ടമല്ല. ഇലക്ട്രിക് വണ്ടി എവിടെയെങ്കിലും പോയിട്ട് ചാർജ് തീർന്നു കഴിഞ്ഞ് പിന്നെ ഇപ്പൊ എല്ലായിടത്തും ഇലക്ട്രിക് വണ്ടി പൊട്ടിത്തെറിക്കണമെന്നൊക്കെ പറഞ്ഞ ഭയങ്കര പ്രശ്നമാണിത്. സ്കൂട്ടർ കണ്ടില്ലേ? എനിക്ക് പേടിയാ. ശരി, മനുഷ്യൻ ജീവനില്ലാണ്ടിരുന്നിട്ട് ഇൻഷുറൻസ് കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ പറയൂ? അടിപൊളി, നല്ല അന്യായ സൂപ്പർ ആയിട്ടുള്ള സ്ഥലം എന്ന് പറയാനായിട്ട് ഇവിടെ ചായക്കടയൊന്നും കാണാനില്ലല്ലോ വാവേ. ചായക്കട കയറിയതല്ല, ഞാൻ ഷോർട്ട് കട്ട് കയറിയതാ. ഷോർട്ട് കട്ടോ? ബാറ്ററിയാ എവിടേക്കും പോകും സത്യത്തില്. ഷോർട്ട് കട്ട് കാറിന്റെ ആവശ്യം എന്തായിരുന്നു? അവിടെ വെറുതെ കാലി റോഡ് നിങ്ങൾ കാണൂ. കാലി റോഡ് കിടക്കുന്നു. മാറട്ടെ, തൊലിപ്പ്, ആ മൂഞ്ച തൊലിപ്പ് ഇപ്പൊ മാറണോടാ. കാണിക്ക് തളച്ചി കാണ്. കുറച്ച് ബ്ലോക്ക് ഉണ്ട്, പക്ഷെ അത് സിഗ്നൽ വീണില്ലേ? വീണില്ലെങ്കിൽ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യും.
വാവയുടെ ഒരു കുനിഷ്ട ബുദ്ധി കണ്ടില്ലേ? അതിലേ കേറി വന്ന് ഇപ്പുറത്ത് കൂടെ കേറി വന്നു, ദേ ഇതിലേ വന്നു. അടിപൊളി. സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പൊ ഗായ്സ് അത്രേ ഉള്ളൂ ഗായ്സ്. ലവ് യു ഓൾ.